ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഞാൻ പറയാൻ പോകുന്ന ഈ ഭാഗം തമിഴിലെ പാണ്ഡ്യ സ്റ്റോർ 2 ഭാഗം തന്നെയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് മലയാളത്തിലും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തമിഴിലെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ആനന്ദാണെങ്കിൽ സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതായത് ഉദയഭാനു ഇടയ്ക്കിടയ്ക്ക് കടയിൽ പോയി വരാറുണ്ടെന്നും ചെറിയൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആനന്ദിന് മനസ്സിലാകുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഉദയഭാനു തന്നെ എന്ന് മനസ്സിലാക്കുക കേട്ടോ. ആനന്ദ് നേരെ പോണത് സ്ത്രീകളുടെ അടുത്തേക്കാണ്. കാരണം ആദ്യം അവളുടെ അമ്മയെ ഒന്ന് കൊടയണം, അവളുടെ അമ്മയുടെ വായിൽ നിന്ന് സത്യങ്ങൾ അറിയണം. അത്ര വലിയ താമസമൊന്നുമില്ല, വേണ്ടല്ലോ. അങ്ങനെ സ്ത്രീകളുടെ അടുത്ത് പോവുകയാണ് നമ്മുടെ ആനന്ദ്. നോക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. സ്ത്രീകളെ 2-3 ജോഡി സാരികളും ചുരിദാറും ഒക്കെ വാങ്ങിച്ച് കൈ നിറയെ കവറുകളുമായിട്ട് AC കാറിലാണ് വന്നിരിക്കുന്നത് പർച്ചേസൊക്കെ ചെയ്യാൻ. അപ്പോൾ ആനന്ദ് ചോദിക്കുന്നുണ്ട്, അല്ല ആൻറ്റി, ഇത് ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ ആൻറ്റി, ഇതിനു മാത്രം കാശ് എവിടുന്ന ഒക്കെ മാത്രമൊക്കെ വീടുന്ന ആൻറ്റി പൈസ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകലാൻറ്റി പറയുക, ഓ അതാ, ഒന്നും പറയണ്ട മോനെ, ഭാനുവേട്ടൻ്റെ കുറേ കാലം ആൾക്കാരെ പൈസ കൊടുക്കാനുണ്ടല്ലോ, അതിൽ ഒരാൾ ഇടയ്ക്കിടയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ട്. കിട്ടുന്ന പൈസയൊക്കെ എൻ്റെ കയ്യിൽ ഭാനുവേട്ടൻ അങ്ങനെ തന്നെ കൊണ്ടുതരും. കഴിഞ്ഞ ദിവസം 2000 രൂപ കൊണ്ടു തന്നു എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന ആനന്ദിന് മനസ്സിലാവുക കേട്ടോ. മനസ്സിലിങ്ങനെ വിചാരിക്കുക, ഓഹോ, അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ 2000 രൂപ പോയത് ഇവിടുന്നാണ് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് പിന്നെ എന്ന് നാം ചോദിക്കുമ്പോൾ ശ്രീകലാൻറ്റി പറയുന്നുണ്ട്, എന്നിട്ട് ഇന്നലെ 25,000 രൂപയുടെ ഒരു കെട്ട് നോട്ടും കൊണ്ട് തന്നു. അത് ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്തു. പിന്നെ ഭയങ്കര വെയിലല്ലേ, അതുകൊണ്ട് AC കാറ് തന്നെ പിടിച്ചുകൊണ്ട് വന്നു എന്ന് പറയാം. അത് നല്ലതാണ്. ഈ തണുപ്പത്ത് വെയിലത്തൊക്കെ ഒരുപോലെ പോകാൻ പറ്റുന്നതാണ് AC കാറ്. അത് നന്നായി. അല്ല മോനെ, വേറൊരു കാര്യം പറയാനുണ്ട്. ദേവി മോളെ ഇപ്പോൾ വീട്ടിൽ നിന്നും കൊണ്ട് നടക്കല്ലേ മോനെ. വിദ്യക്ക് കൊണ്ടേ ആക്കല്ല കേട്ടോ. വിദ്യക്ക് നല്ല നല്ല ആലോചനകൾ വരുവാണ്. വിദ്യ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഡിഗ്രിക്ക്. അതെ, പക്ഷേ അവളെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു പയ്യൻ ബ്രോക്കറോട് കാര്യം വന്ന് പറഞ്ഞിരുന്നേ. അപ്പോൾ അത് യാലോ എന്നൊരു ആലോചന ഉണ്ട്. അപ്പോൾ അവരന്വേഷിക്കുമ്പോൾ മൂത്ത ചേച്ചി വീട്ടിൽ വന്നിരിക്കുകയെന്ന് കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തെ ബാധിക്കില്ലേ? അതുകൊണ്ടാണ്. എന്താ ചെയ്യുക ആൻറ്റി? ശരി എന്നാൽ ആൻറ്റി പോയിക്കും, ആ പർച്ചേസ് നടക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രീകല, പണ്ട് ഇനിയും കുറേ പൈസ വരാനുണ്ട് ഉദയഭാനുവേട്ടനെ പറഞ്ഞു. ഓ അതെയോ, ശരി എന്ന് ആനന്ദ് പറയുകയാണ്. ശ്രീകല പോകുന്നുണ്ട്. ആനന്ദ് മനസ്സിൽ ഇതാക്കണം. അപ്പോൾ 2000 രൂപ കഴിഞ്ഞ ദിവസം മോഷ്ടിച്ചതും 25,000 രൂപ മോഷ്ടിച്ചതും അത് ഇനി മോഷ്ടിക്കാൻ പോണതും എല്ലാം ഉദയഭാനു തന്നെ, തൻ്റെ പാവം പിടിച്ച മാമനെ എന്നിട്ട് എല്ലാവരും കൂടെ കള്ളനാക്കി പടിക്ക് പുറത്താക്കി. അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. ഇതിന് കണക്ക് ചോദിക്കുന്നത് അവളുടെ അടുത്ത ദേവിയുടെ അടുത്ത്. അവളാണല്ലോ അവളുടെ അച്ഛന് സ്വാതന്ത്ര്യം കൊടുത്തത്. ഇനി അവളും കൂടി അറിഞ്ഞിരിക്കും ഇത് എന്ന് ആനന്ദ് ഇങ്ങനെ വിചാരിക്കട്ടോ. എന്താ ഇങ്ങനെ വിചാരിക്കുകയാണ്. ശേഷം ആനന്ദ് നേരെ പോയത് ഗോമതി സ്റ്റോഴ്സിലേക്കാട്ടോ. അവിടെ നമ്മുടെ രാമേട്ടനെ ഉണ്ട്. അപ്പുറത്ത് രാമേട്ടനുണ്ട്. രാമേട്ടനും ദേവിയും ആനന്ദ് മാത്രമേ ഉള്ളൂ. രാമേട്ടനോട് ചോദിക്കുകയാണ്, അച്ഛൻ എവിടെ രാമേട്ട? അച്ഛൻ എന്തോ ഒരു പലചരക്ക് സ്ഥലം, സാധനങ്ങൾ വാങ്ങാൻ പലചരക്കും കൊണ്ട് ഒരു സ്ഥലം കൊടുക്കാൻ പോയതാണ്, പുറത്ത് പോയതാ മോനെ എന്ന് പറയുകയാണ്. മോനെ, ചായ എന്തെങ്കിലും വേണോ രാമേട്ട? എന്നാൽ ചായ മേടിച്ചു വരാമോ? മേടിച്ചു വരാം. നമ്മുടെ ആനന്ദ് രാമേട്ടനെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി കേട്ടോ. എടി ദേവിയുടെ അടുത്ത് പറയണ്ട, എടി കള്ളി, പെരുങ്കള്ളി, നിൻ്റെ അച്ഛൻ കള്ളനാ വിളിച്ചുകൊണ്ട് വന്നിട്ട് നീ ഇവിടത്തെ പണം മോഷ്ടിപ്പിച്ചു അല്ലേ? ആനന്ദേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എൻ്റെ അച്ഛൻ പണം മോഷ്ടിച്ചെന്നോ? പിന്നെ ആരാടി പണം മോഷ്ടിച്ചത്? ഞാൻ കണ്ടിട്ട് എന്തിനാ കയ്യോടെ പിടിച്ചു കള്ളനെ? ആനന്ദേട്ടാ, ഈ അനാവശ്യം പറയല്ലേ. അച്ഛൻ ഇവിടുന്ന് വന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ മോഷ്ടിക്കാനൊന്നും കണ്ടില്ല. നിങ്ങൾ കാണില്ല. നിങ്ങൾ കാണാതെയാണ് അയാൾ മോഷ്ടിച്ചത്. ആദ്യം 2000 രൂപ, പിന്നെ 25,000 രൂപ എന്ന് പറയുകയാണ്. നിനക്കറിയാമോ, നിൻ്റെ അച്ഛൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു. അച്ഛൻ ഇന്നലെ വന്നിട്ടില്ല എന്നാലേ നീ അറിഞ്ഞിട്ടില്ല.
നീ ഇവിടെ പുറത്തു പോയ സമയത്ത് നിൻ്റെ അച്ഛൻ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് 25,000 രൂപ മോഷ്ടിച്ചിട്ടാണ് പോയേക്കുന്നത്. ഞാൻ നിൻ്റെ അമ്മേനെ കണ്ട് ബിസിനസ് മാഗ്നേറ്റിൻ്റെ ഭാര്യ ശ്രീകലെ അവർ കുറേ പർച്ചേസൊക്കെ ചെയ്തിട്ട് അടിച്ചു പൊളിച്ച് AC കാറിൽ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരോട് ചോദിച്ചു ഇതിന് മാത്രം ഇവിടുന്ന പൈസ എന്ന്. അപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? ഉദയേട്ടന് എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരാൾ പൈസ കൊടുക്കുന്നുണ്ടെന്ന്, മുമ്പ് എന്തോ കടം മേടിച്ച ആളാണെന്ന് പറഞ്ഞു. അത് ശരിയായിരിക്കും. ചിലപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് പണം മേടിച്ചിട്ടുണ്ട്. അവരെല്ലാവരും കൂടി അച്ഛനെ മുടിപ്പിച്ചത്. നിർത്തടി, നാണമില്ല നിനക്ക് ഇങ്ങനെ പറയാനായിട്ട്? നിൻ്റെ അച്ഛൻ തന്നെയാണ് പണം മോഷ്ടിച്ചതേ. നോക്ക്, ഇവിടെ ക്യാമറയുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ സത്യം തെളിയും. പക്ഷെ ഞാൻ അത് നോക്കാത്ത കാരണം എന്താണെന്നറിയാമോ? അത് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അറിയും. അവർക്ക് വിഷമമാകും. ഞാൻ പറഞ്ഞാൽ നിൻ്റെ അച്ഛനെ പണം മോഷ്ടിച്ചു. മര്യാദയ്ക്ക് നീ ഇപ്പോൾ തന്നെ വീട്ടിലോട്ട് പോകണം, നിൻ്റെ വീട്ടിലേക്ക്. അയ്യോ ആനന്ദേട്ടാ, എടി പറയണം, നീ ഫുള്ളും കേൾക്ക്. വീട്ടിലേക്ക് പോയിട്ട് ആ 25,000 രൂപയോ അതിനു മുമ്പ് മോഷ്ടിച്ച് 2,000 രൂപയും നീ മേടിച്ചുകൊണ്ട് വരണം. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. ധർമ്മൻ മാമൻ അല്ല, നിൻ്റെ അച്ഛനാണ് കള്ളൻ എന്ന് നീയായിട്ട് പറയണം. അല്ലെങ്കിൽ ഞാനായിട്ട് തെളിവുകളടക്കം പറയും. എന്താ, അത് വേണോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ധർമ്മസങ്കടത്തിലാക്കല്ലേ. അച്ഛനാണ് പണം മോഷ്ടിച്ചെങ്കിൽ ആ പണം ഞാൻ കൊണ്ടുതരാം. ഇപ്പോൾ കൊണ്ടുതരാം. എപ്പോൾ കൊണ്ടുതരുമെന്ന്? ഇപ്പോൾ ഈ നിമിഷം ആ പണം നീ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കണം. ഞാൻ അച്ഛനെ വിളിച്ചു നോക്കട്ടെ. എടി, നിൻ്റെ അച്ഛൻ ഫോൺ എടുക്കില്ല. ഇനി അയാൾക്ക് കാര്യം മനസ്സിലായി കാണുമായിരിക്കും. ഞാൻ നിൻ്റെ അമ്മേനെ കണ്ടല്ലോ. അമ്മ അത് അച്ഛനോട് പറഞ്ഞു. അയാൾ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അയാൾ ഫോൺ എടുക്കില്ല. എന്തായാലും വേണ്ടില്ല. ദേവി ഇന്ന് രാത്രിക്കുള്ളിൽ പണം ഇവിടെ വേണം എന്നിങ്ങനെ പറയുകയാണ്. ദേവി ശരി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ദേവിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഈശ്വരനെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് പണം ഉണ്ടാക്കുക എന്നൊക്കെ ആലോചിക്കുകയാണ് ദേവി. പിറ്റേ ദിവസം ഒരു ഉളുപ്പില്ലാതെ ഉനഫാന് വീണ്ടും പണം മോഷ്ടിക്കാൻ വീണ്ടും വരുവാട്ടോ. മോളെ, മക്കളെ, സുഖമല്ലേടി മോളെ നിനക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ ദേവി ഇങ്ങനെ, അച്ഛൻ വന്നോ? അച്ഛൻ എന്ത് വേണ്ടേ? ബൂസ്റ്റിൻ്റെ പാക്കറ്റാ? ആ വേണം എടുക്ക് എന്ന് പറയാണ്. ദേവി പതുക്കെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് എടുക്കാൻ പോണ പോലെ അപ്പുറത്ത് പോകുമ്പോഴേക്ക് നമ്മുടെ ഉദയഭാനു മേശ തുറന്ന് പണം എടുക്കുന്നത് ദേവി കയ്യോടെ കണ്ടു കേട്ടോ. കണ്ണുകൾ കൊണ്ട്, തൻ്റെ കണ്ണുകൊണ്ട് വിശ്വസിച്ചു ദേവി ആ കാര്യം കണ്ടു. അങ്ങനെ ദേവി മനസ്സിലാക്കി, സത്യങ്ങളൊക്കെ ദേവി മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയ ദേവി ഉദയഭാനു ചവിട്ടി പുറത്താക്കാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ തമിഴിൽ ആനന്ദ് തന്നെയാണ് സത്യത്തെ മനസ്സിലാക്കുന്നതും പിന്നെ ഉദയഭാനുവിനെ തള്ളി പുറത്താക്കുന്നതും എല്ലാം തമിഴിലെ പോലെ തന്നെ. പക്ഷേ മലയാളത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ആനന്ദ് ഏറെക്കുറെ സത്യങ്ങളൊക്കെ ബാലനോട് പറയുന്നുണ്ട്. അതായത് ഉദയഭാനു ആണ് എടുത്തത് എന്ന് പറയുന്നുണ്ട്. പാലം അല്പം അറിയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഉദയഭാനു സാധനം ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നപ്പോൾ അയാളുടെ കയ്യിൽ ഇപ്പോൾ പൈസ കയ്യിൽ പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളല്ലോ. ATM കാർഡും ഒക്കെ ആയിട്ടല്ലേ കയ്യിൽ അത്യാവശ്യം എടുത്തതായിരിക്കും. നമ്മുടെ കട അയാളുടെ കടന്ന് 2,000 കണ്ടാവും. ഉദയഭാനു നമ്മുടെ കടയിൽ നിന്ന് പൈസ എടുക്കുന്നത് ഒരു കുഴപ്പവുമില്ല. 10 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് തന്ന അയാളാണ് ഈ ഉദയഭാനു സാറ്. അപ്പോൾ ആ ആളുടെ എടുത്തത് അത് കള്ളത്തരമൊന്നും അല്ല. ആൾക്കെതിരെ ആവശ്യം വന്നപ്പോൾ എടുത്തതായിരിക്കും എന്ന് ബാലൻ പറയുള്ളൂ കേട്ടോ. എന്തായാലും ഉദയഭാനു പറയുന്ന കള്ളനെ കൈയോടെ പിടിച്ചു നമ്മുടെ ആനന്ദ്. ഇനിയിപ്പോൾ ആനന്ദ് തന്നെ അയാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച്, അയാളുടെ ഭാര്യയായിട്ടുള്ള ശ്രീകലയുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ച് നമ്മുടെ ആനന്ദ് തന്നെയായിരിക്കും. ആ ഒരു ധർമ്മനോടുള്ള തെറ്റുകാരൻ അല്ലെന്ന് തെളിയിക്കുന്നത് ആനന്ദ് തന്നെയാണ്. അതേസമയം നമ്മുടെ അനു ആണെങ്കിൽ സത്യങ്ങളാണ് ഇനിയിപ്പോൾ തൻ്റെ അച്ഛനോട് പറയുന്ന നിമിഷം വരാൻ പോവുകയാണ്. തമിഴിൽ അങ്ങനെയാണ്. ഇനിയിപ്പോൾ അധികം താമസമൊന്നുമില്ല. അനു സത്യങ്ങളൊക്കെ ബാലനോട് തുറന്നു പറയാൻ വേണ്ടി പോവുകയാണ്. തൻ്റെയും അലോകിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ടില്ലെന്നും അന്ന് അലോകിനെ തട്ടിക്കൊണ്ടുപോയത് വിവാഹം മുടക്കുക എന്നൊരു ഉദ്ദേശത്തോടെ മാത്രമാണ്. പക്ഷേ വിവാഹം മുടങ്ങിയ ഒരു പെണ്ണിനെ നാട്ടുകാരെന്തൊക്കെയോ പറയുക. ഒരു ദിവസം ഫുൾ അലോകിൻ്റെ കൂടെ ആയിരുന്നു. നാട്ടുകാരും എന്തൊക്കെ പറഞ്ഞുണ്ടാക്കും. അതുകൊണ്ടാണ് അലോക് തന്നെ ചതിച്ചിട്ട് വേറെ അമേരിക്കക്കാരനെ
പെൺകുട്ടി കല്യാണം കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ സുഖത്തോടെ ജീവിക്കേണ്ട വെച്ചിട്ടാണ് താൻ ആ താലി എടുത്ത് തന്നെ കഴുത്തിൽ ഇട്ടതെന്ന് എല്ലാം തന്നെ നമ്മുടെ അനു നമ്മുടെ ബാലിനോട് പറയാൻ പോകുന്ന നിമിഷം അതായിരിക്കും നമ്മുടെ മിക്കവാറും ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോയിൽ കാണിക്കാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ ഉദയഭാനു കാരണം ധർമ്മം പിണങ്ങിപ്പോയല്ലോ. ആ ധർമ്മൻ ഇനി അടുത്തൊന്നും നമ്മുടെ ദേവമംഗലത്തേക്ക് വരില്ല കേട്ടോ. ഇനി കുറച്ച് സമയം പിടിക്കും ധർമ്മനെ ശരിക്കും പറഞ്ഞ് മനസ്സിലാവണമല്ലോ സുഗനി ഒരു കള്ളിയാണെന്ന്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും ധർമ്മം ഇനിയും തിരിച്ചു വരുന്നത്. കാരണം സുഗനിയുടെ ഓൾറെഡി ഒരു വിവാഹം കഴിഞ്ഞതാണെന്നും ഭർത്താവ് സുഗനിയെ അന്വേഷിച്ച് തേരാപാര നടക്കുന്നത്. കാരണം ആ ഭർത്താവ് എന്ന പറഞ്ഞ ആൾ കുറച്ച് പണമുള്ള ഒരാളായിരുന്നു. അയാളുടെ പണം എല്ലാം മുടിപ്പിച്ച് കഴിഞ്ഞ അയാൾ ഒരു 10 പൈസ കൊള്ളില്ലാത്ത ഒരാളാക്കി മാറ്റി. അയാളെ ഒരു ഇഞ്ച പരുവത്തിലാക്കി ചാണ്ടി പരുവത്തിലാക്കിയിട്ടുണ്ട്. ഉപേക്ഷിച്ച് സുഗന്യ വന്ന എന്നുള്ള സത്യങ്ങളൊക്കെ നമ്മുടെ ധർമ്മം മനസ്സിലാക്കാൻ പോകുന്ന നിമിഷങ്ങൾ. അതെ, ഇനി സത്യങ്ങളെല്ലാം തെളിയിക്കാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ ഈ സീരിയലിൽ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇത്രയാണെങ്കിലും ഫിസിക്കൽ ടെസ്റ്റിന് പോകാതിരിക്കാൻ വേണ്ടി അച്യുതനും അലോകനും കൂടി എന്തൊക്കെയോ പ്ലാനുകൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കിയുള്ള ഭാഗങ്ങളാണ് ഇനി ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഈ വീക്കെൻഡ് ഫുൾ നമ്മൾ കാണാൻ വേണ്ടി പോണത്. ഓരോരോ ദിവസവും ഓരോരോ ഇൻസ്ട്രക്റ്റിംഗ് സ്റ്റോറി തന്നെ ആയിരിക്കട്ടെ, അതിലൊരു സംശയവുമില്ല. തമിഴിൽ അങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഓരോരോ സ്റ്റോറി അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെയായിരിക്കും മലയാളത്തിലും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. കാത്തിരിക്കുക. നമ്മുടെ അനുവിൻ്റെ മിത്രയുടെ ഫിസിക്കൽ ടെസ്റ്റിനും പിന്നെ അനുവിൻ്റെ എല്ലാ തുറന്നു പറച്ചിലിനുമായി അടുത്ത വീക്കിലേക്ക് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ ബൈ. ഓക്കെ, സീ യു. ടേക്ക് കെയർ.